നമസ്കാരം. SSC മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷനാണ് നോക്കുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പാസേജ് തരും അല്ലേ? പാസേജ് ഉണ്ടാവും. ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ റീഡിംഗ് എബിലിറ്റി അല്ലേ? റീഡ് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്റ്റുഡൻ്റ് എബിലിറ്റിയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് വേണം? റീഡിംഗ്. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യത്തിന് റീഡിംഗ്. അപ്പോൾ ഇതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ ജംബിൾ സെൻറ്റൻസസ് പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ റീഡിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഒരുപാട് ഹെൽപ്പും ചെയ്യും നമ്മൾ പലതവണ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ക്വസ്റ്റ്യൻസ് നമ്മൾ പാസേജ് വായിച്ചിട്ട് നമ്മളതിൻ്റെ ബേസിസിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമിന് കുറച്ചും കൂടെ ഒരു 2-3 പാരഗ്രാഫുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. പാസേജ് ഒരു മിനിമം ഒരു 2-3 പാരഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സിംഗിൾ പാരഗ്രാഫുള്ള ക്വസ്റ്റ്യൻസ് വളരെ വളരെ റെയർ ആയിട്ടേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എന്നാലും അത് വായിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതാണ് എടുത്തിരിക്കുന്നത്, ചെറിയൊരു പാസേജാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പാസേജ് മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. പക്ഷേ ഒറിജിനൽ എക്സാമിൽ ഇതിനെക്കാട്ടും ഉണ്ടാവും. എന്നാലും അത്ര ഒരു നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് അത്രയും ഒരു പാസേജ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആദ്യം നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. എന്താണ് പാസേജ് ഗിവൺ വിത്ത് 5 ക്വസ്റ്റ്യൻസ്. 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ പാസേജ് ബേസ് ചെയ്യുന്നുണ്ട്. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ആൻസർ. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കാം. There were only 2 Americans stopping at the hotel. They did not know any of the people who passed on the stairs on their way to and from their room. അപ്പോൾ ഇത് വായിക്കുന്നതിനെക്കാട്ടും മുന്നേ ഒരു കാര്യം പറയുന്നത്, നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. അതായത് നമുക്കപ്പോൾ ഫാസ്റ്റായിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് ക്വസ്റ്റ്യൻസിന് നേരെ പാരഗ്രാഫിലേക്ക് തിരിച്ചു വരാം. അതൊരു മെത്തേഡാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ് ഇതാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് എക്സാം ഒക്കെ ആണെങ്കിൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും ആൻസേഴ്സ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ ഒരു ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാവുക. ബാങ്ക് എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് SSCയിൽ വരുന്ന റീഡിംഗ് കോംപ്രിഹെൻഷനൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്, വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഡിഫിക്കൽട്ടായിട്ടുള്ള പാസേജൊക്കെ വരുമ്പോൾ എന്താ ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഒരു 3-4 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ പാരഗ്രാഫ് മുഴുവൻ ഒന്ന് നല്ല ഫാസ്റ്റിൽ ഫുൾ വായിക്കും, സ്പീഡിൽ ഫാസ്റ്റായിട്ട് ഫുള്ള് വായിക്കും, അധികം സമയം കൊടുക്കാതെ. എന്നിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിലേക്ക് വരും. ക്വസ്റ്റ്യന് നേരെ അപ്പോൾ നമുക്ക് വായിച്ചതിൻ്റെ ഒരു പരിചയത്തിൽ ആ ഒരു പാർട്ട് എവിടെയാണ് വന്നിരിക്കുന്ന ഒരു ഐഡിയ കിട്ടും. അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇവിടെ അങ്ങനെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ഫുൾ യൂസ് ചെയ്യാം, ഫുള്ള് വായിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പോകുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു പാസേജിൻ്റെ ലെവൽ അങ്ങനെ അത്രയും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് എന്ന് നോക്കുക. അപ്പോൾ അത് കുറഞ്ഞ സമയം കൊണ്ട് നല്ല ആക്യുറസിയോടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തുന്നത് വരെ നിങ്ങൾ ഓരോ മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ their room was on the 2nd floor facing the sea. It also faced the public garden and the war monument. There were big palms and green benches in the public garden. In the good weather, there was always an artist with his easel. Artists liked the way the palms grew and the bright colors of the hotels facing the gardens and the sea. Italians came from a long way off to look up at the war monument. It was made of bronze and glistened in the rain. It was raining. The rain dripped from the palm trees. Water stood in pools on the gravel paths. The sea broke in a long line in the rain and slipped back down the beach to come up and break again in a long line in the rain. The motor cars were gone from the square by the war monument. Across the square in the doorway of the cafe, a waiter stood looking out at the empty square. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഇതുപോലെ ചെറിയ പാരഗ്രാഫ്സ് ഒന്നും ഉണ്ടാവില്ല. മിനിമം ഒരു 3-4 സ്റ്റാൻസയുള്ള പാരഗ്രാഫ് ആയിരിക്കും ഉണ്ടാവുക, പാസേജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വേർ ദ അമേരിക്കൻസ് സ്റ്റേയിങ് ഇൻ ദ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ബാങ്ക് എക്സാമിൻ്റെ റൈഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പാസേജിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണോ എന്നാണ് വരിക. ഇതങ്ങനെയല്ല, ഇവിടെ അങ്ങനെ ഒരു ചോദ്യമേ വരില്ല. നേരെ നമുക്ക് ഇൻഫർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാസേജിൽ നിന്ന് നേരിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വേർ ദ അമേരിക്കൻ സ്റ്റേയിങ് ഇൻ ദ ഹോട്ടൽ. എവിടെയാണ് അമേരിക്കൻസ് സ്റ്റേ ചെയ്യുന്നത്? ദ അമേരിക്കൻസ് വെർ ഓൺ ദ റൂം വാസ് ഓൺ ദ 2nd ഫ്ലോർ ഫേസിങ് ദ സീ. അവിടെ തന്നെ നമുക്കറിയാം ആൻസർ ഉണ്ട്, ഓൺ ദ 2nd ഫ്ലോർ, ഓപ്ഷൻ A.
അല്ല, അപ്പോൾ അത്രയും ഓബ്വിയസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് തിങ്സ് വെർ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോട്ടൽ? ഹോട്ടലിന് മുമ്പ് ഏതൊക്കെയാണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. സി ഉണ്ട് അല്ലേ, സി, അതുപോലെ പബ്ലിക് ഗാർഡൻ ഉണ്ട്, അതുപോലെ വാർ മോണ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതൊക്കെ ഇല്ലാത്തതെന്ന് വെച്ചാൽ, അപ്പോൾ വാർ മോണ്യുമെൻറ്റ്, ഗാർഡൻ, കഫേ ആണ് ഇല്ലാത്തത് അല്ലേ, ബാക്കിയെല്ലാം അവിടെ പറയുന്നുണ്ട്. കഫേ ഓപ്ഷൻ സി. അപ്പോൾ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോട്ടൽ ഓപ്ഷൻ സി, കഫേ. അടുത്തത് ഇൻ ഗുഡ് വെദർ ഹൂ വുഡ് യു ഫൈൻഡ് ഇൻ ദ ഗാർഡൻ? ഗുഡ് വെദറിൽ ആരാണ് കാണുന്നത്? ഇൻ ദ ഗുഡ് വെദർ ദർ വാസ് ഓൾവേസ് എൻ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പോൾ ആർട്ടിസ്റ്റാണ് ഗുഡ് വെദറിൻ്റെ സമയത്ത് ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ ഹൂ വുഡ് യു ഫൈൻഡ് ഇൻ ദ ഗാർഡൻ? ആർട്ടിസ്റ്റ്, ഓപ്ഷൻ ഡി, 3D. അടുത്ത വൈ ഡിഡ് ദ ഇറ്റാലിയൻസ് വിസിറ്റ് ദ പ്ലേസ്? ഇറ്റാലിയൻസ് എന്തിനാണ് വന്നത്? ഇറ്റാലിയൻസ് കെയിം ഫ്രം എ ലോങ് വേ ഓഫ് ടു ലുക്ക് അപ്പ് അറ്റ് ദ വാർ മോണ്യുമെൻറ്റ്. വാർ മോണ്യുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തിനാണ്? ദേ കെയിം ടു സീ ദ വാർ മോണ്യുമെൻറ്റ്, ഓപ്ഷൻ എ. ഹു വാസ് ലുക്കിംഗ് അറ്റ് ദ എംപ്റ്റി സ്ക്വയർ ഫ്രം ദ ഡോവേ? ഡോവേൻ്റെ അവിടെ നിന്ന്, ഓക്കെ, doorway of the cafe. Across the square in the doorway of the cafe, a waiter stood looking out at the empty square. അപ്പോൾ വെയിറ്റർ അല്ലേ, വെയിറ്റർ ആണ് ആൻസർ, ഓപ്ഷൻ എ, 5. അപ്പോൾ ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ ഡീപ്പായിട്ട് അതിൻ്റെ കോൺസെപ്റ്റും അല്ലെങ്കിൽ അതിലെ ഇന്നർ ഡീറ്റെയിൽസും അല്ലേ, ബിറ്റ്വീൻ ദ ലൈൻസും നമുക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ബാങ്ക് എക്സാംസിന് അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. നമുക്ക് SSCയിൽ അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. An old man with steel rimmed spectacles and very dusty clothes sat by the side of the road. There was a pontoon bridge across the river and carts, trucks and men, women and children were crossing it. The mule-drawn carts staggered up the steel bank from the bridge with soldiers helping to push against the spokes of the wheels. The trucks ground up and away, heading out of it all, and the peasants plodded along in the ankle-deep dust. But the old man sat there without moving. He was too tired to go any further ആണ് ആക്ച്വലി, ഫാദർ അല്ല. ഓക്കെ, ഇനി കൂടുതൽ ഡിസ്റ്റൻസ് ഇല്ല, അപ്പോൾ ഫർദർ എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആക്കാം, വാട്ട് വാസ് ദ ഓൾഡ് മാൻ വെയറിങ്? ഓൾഡ് മാൻ എന്തൊക്കെയാണ് വെയർ ചെയ്യുന്നത്? ഓൾഡ് മാൻ വിത്ത് സ്റ്റീൽ റിം സ്പെക്ടക്കിൾസ് ആൻഡ് വെരി ഡസ്റ്റി ക്ലോത്ത്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി, സ്റ്റീൽ റിം സ്പെക്ടക്കിൾസ് ആൻഡ് വെരി ഡസ്റ്റി ക്ലോത്ത്സ്. അടുത്ത ദിവസം പറയുന്നത് മെൻഷൻ ദോസ് വിച്ച് ക്രോസ് ദ ബ്രിഡ്ജ് ബിസൈഡ്സ് ഹ്യൂമൻ ബീങ്സ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തത് ആരൊക്കെയാണ്? ഹ്യൂമൻ ബീങ്സ് കൂടാതെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? കാർട്ട്സ്, ട്രക്സ്, പിന്നെ മെൻ, വിമൻ, ചിൽഡ്രൻ ആണല്ലോ. അപ്പോൾ കാർട്ട്സ് ആൻഡ് ട്രക്സ്, ഓപ്ഷൻ സി. ഇനിയുള്ളത് ഹു ആർ ഹെൽപ്പിംഗ് ടു പുഷ് ദ മ്യൂൾ ഡ്രോൺ കാർട്ട്സ്. ആ മ്യൂൾ ഡ്രോൺ കാർട്ട്സ് പുഷ് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? സോൾജേഴ്സ് ഹെൽപ്പിംഗ് ടു പുഷ് അഗെയിൻസ്റ്റ് ദ സ്പോക്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി, സോൾജേഴ്സ് ആണ് ആൻസർ. നെക്സ്റ്റ്, വേർ വാസ് ദ ഓൾഡ് മാൻ സിറ്റിംഗ്? ഓൾഡ് മാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഹി സാറ്റ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്. പുള്ളി അവിടെ നിന്ന് മാറിയിട്ടില്ല അല്ലേ, ഹി വാസ് ടു ടയർഡ്, ഹി സാറ്റ് ദ വിത്തൗട്ട് മൂവിങ്. അപ്പോൾ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് അല്ലേ. ഓക്കെ, അടുത്ത വൈ വാസ് ഹി സിറ്റിംഗ്? നമുക്കറിയാം, ഹി വാസ് സോ ടയർഡ് ദാറ്റ് ഹി കുഡൻ ഗോ എനി ഫർദർ, 5C. അടുത്ത പാസ്, ദ വേൾഡ്സ് ലാർജസ്റ്റ് ലിവിംഗ് ഓർഗാനിസം ഇസ് നോട്ട് ദ ബ്ലൂ വെയിൽ which still is the world's largest living animal, but Australia's Great Barrier Reef, one of the country's prime living animals and prime tourist attraction. Sadly, size notwithstanding, it is slowly succumbing to the white syndrome, a bleaching disease which has invaded 33 of its 48 reefs. Otherwise brilliantly multicolored and teeming with kaleidoscope of life, the affected reefs have acquired a deathly white pallor, the result of dying tissues. The bleaching of the reef happened following the recording of the warmest ever seawater temperature in the area here. Scientists fear that the naturally gorgeous reef are endangered and the yet undiscovered animal and plant species would soon suffer irreplaceable damage. This is only because of the rising of water temperature. അപ്പോൾ ക്വസ്റ്റ്യൻ, which of the following statements is not true? അപ്പോൾ എങ്ങനെയും ചോദിക്കാറുണ്ട്, വളരെ റെയർ ആയിട്ടാണ് ചോദിക്കുക മാത്രം. ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് അത് ഏതാണ് നോട്ട് ട്രൂ അല്ലേ, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? Rising water temperature is the cause. Blue whale is dying of white syndrome. White syndrome is a new bleaching disease. The Great Barrier Reef is the world's largest living organism. അപ്പം ഇത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് പോകണം, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ഇപ്പോൾ റൈസിങ് വാട്ടർ ടെമ്പറേച്ചർ ഇസ് ദ കോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ കറക്റ്റാണോ? റൈസിങ് വാട്ടർ ടെമ്പറേച്ചറിനെ കുറിച്ച് എവിടെയാണ് പറയുന്നത് നമ്മൾ? ദ ബ്ലീച്ചിങ് ഓഫ് ദ റീഫ് ഹാപ്പൻ ഫോളോയിങ് ദ റെക്കോർഡിംഗ് ഓഫ് ദ വാർമസ്റ്റ് എവർ സീ വാട്ടർ ടെമ്പറേച്ചർ ഇൻ ദ ഏരിയ ഹിയർ. ഓക്കെ, സയൻറ്റിസ്റ്റ് ഫിയർ. അപ്പോൾ സീ വാട്ടർ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് സീ വാട്ടർ ടെമ്പറേച്ചറിൻ്റെ വാർമസ്റ്റ് സീ വാട്ടർ ടെമ്പറേച്ചർ
റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ബ്ലീച്ചിങ് ഓഫ് ദ റീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫർ ചെയ്യാം എന്താണത്, അങ്ങനെ തന്നെ അല്ലേ, അത് ഒരു കോസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്ലൂ വെയിൽ സിൻഡ്രം ഇസ് ഡൈയിങ് ഓഫ് വൈറ്റ് സിൻഡ്രം. ഓക്കെ, വൈറ്റ് സിൻഡ്രത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. സാഡ്ലി നോട്ട് വിസ്റ്റാൻഡിങ്, അത് ബ്ലൂ വെയിൽസിനെ പറ്റിയല്ല, പക്ഷേ ഗ്രേറ്റ് ബാരിയർ റീഫിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ഇസ് സ്ലോലി സക്കമ്മിങ് ടു വൈറ്റ് സിൻഡ്രംസ്. ഗ്രേറ്റ് ബാരിയർ റീഫിനെ കുറിച്ചാണ് പറയുന്നത്, നോട്ട് ദ ബ്ലൂ വെയിൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ബ്ലൂ വെയിലിനെ കുറിച്ചല്ല പറയുന്നത്. വൈറ്റ് സിൻഡ്രം ഇസ് എ ന്യൂ ബ്ലീച്ചിങ് ഡിസീസ്, അത് ഓക്കെയാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് ഇസ് എ വേൾഡ്സ് ലാർജസ്റ്റ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, 33 out of Australia's 48 reefs have succumbed to എന്താണ് വരുന്നത്, succumbed to the destructive impact of white syndrome അല്ലേ, അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് സിൻഡ്രത്തിനോടാണ്. ഓക്കെ, ദ ഡൈയിങ് റീഫ്സ് എക്വയർഡ്, ഡൈയിങ് റീഫ്സിനെ കുറിച്ച് പറയുന്നത് എവിടെ പറയുന്നത് നമ്മൾ, ദ എഫക്റ്റഡ് റീഫ്സ് ഹാവ് എക്വയർഡ് ഡെത്ത്ലി വൈറ്റ് പാലർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി, സിക്ലി വൈറ്റ് പാലർ, 3D ആണ്. അടുത്ത, സയൻറ്റിസ്റ്റ് മെയിൻ വറി ഇസ് ദാറ്റ്. എന്താണ് സയൻറ്റിസ്റ്റിൻ്റെ മെയിൻ വറി? സയൻറ്റിസ്റ്റിൻ്റെ വറിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് എവിടെയാണ്? സയൻറ്റിസ്റ്റ് ഫിയർ ദാറ്റ് നാച്ചുറലി ഗോർജിയസ് റീഫ് ആർ എൻഡേഞ്ചേർഡ് ആൻഡ് ദ യെറ്റ് അൺഡിസ്കവേർഡ് ആനിമൽ ആൻഡ് പ്ലാന്റ് സ്പീസീസ് വുഡ് സൂൺ സഫർ ഇറിപ്ലേസബിൾ ഡാമേജ്. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റ് എന്താണ് പറയുന്നത്, എന്താണ് അതർ എൻഡേഞ്ചർ അൺഡിസ്കവേർഡ് ഫ്ലോറ ആൻഡ് ഫോണ വിൽ ഓൾസോ ബി ഡാമേജ്ഡ്. അതാണ് സയൻറ്റിസ്റ്റ് പേടിക്കുന്നത്. ദ മീനിങ് ഓഫ് സക്കംബിങ് ഇസ് എന്താണ്, ഗിവിംഗ് വേ ടു അണ്ടർഗ്രൗണ്ട് പാസേജ്, ഗിവിംഗ് വേ ടു സംതിങ് പവർഫുൾ, അതാണല്ലേ. സക്കംബിങ് ടു ഡെത്ത് എന്നാണ് നമ്മൾ സാധാരണ പറയാം. ഇപ്പോൾ ഗിവിംഗ് വേ ടു സംതിങ് പവർഫുൾ എന്നാണ്. അടുത്ത, നോബഡി ക്യാൻ ആർഗ്യൂ ദാറ്റ് ദ അക്വിസിഷൻ ഓഫ് നോളജ് ഇസ് മോർ ഫൺ ആൻഡ് ഈസിയർ വിത്ത് കമ്പ്യൂട്ടേഴ്സ്. The mere activity, an enjoyable task for a child. Thus, this accompanied by the relaxing attitude and software interactivity usually contributes to a better grasping of new knowledge. At a higher education level, the availability of digital books, simulators, and other academic materials provide the student with an ever-accessible source of information that otherwise would not be at hand. But besides the increasing complexity and behavior of intelligent software, which is usually embedded in the academic digital material, the need for human interaction in the learning process will always be present, at least in the foreseeable future. There is a necessity for a human being to be able to determine what the specific needs of each individual are. A computer, no matter how sophisticated its software is, can hardly mimic the expertise of a teacher in how to explain and adapt complex concepts to different individuals. Okay. In what way are computers inadequate even in spite of their sophistication? Okay. അപ്പോൾ അവസാനമായിട്ട് പറയുന്നത് അല്ലേ, there is a necessity, a computer, no matter how sophisticated its software is, can hardly mimic the expertise of a teacher in how to explain and adapt complex concepts to different individuals. Okay. അതാണ് അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഇനാഡിക്കേറ്റ് വരുന്നത്. They still need human, they can hardly imitate a teacher. അതെ, they can hardly imitate a teacher's ability to explain the most difficult concepts, like complex ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അത് ഡിഫറെൻറ്റ് ലേണിംഗ് ഗ്രാസ്പിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിനടുത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ടീച്ചറിൻ്റെ എബിലിറ്റി, ടീച്ചേഴ്സിൻ്റെ ഹ്യൂമൻ ബീങ്സിൻ്റെ എബിലിറ്റിയാണ് കമ്പ്യൂട്ടറിന് ഇല്ലാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ 1B. അടുത്തത്, അക്കോർഡിംഗ് ടു ദിസ് എസ്സേ, വാട്ട് ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് ഹെൽപ്ഡ് സ്റ്റുഡൻസ് ഗെയിൻ മോർ ആക്സസ് ടു ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിജിറ്റൽ ബുക്സ് എന്ന് പറയുന്നുണ്ട്. At a higher education level, the availability of digital book simulators and other academic materials provide the student with an ever-accessible source of information that otherwise would not be at hand. Okay, അപ്പോൾ availability of digital books നെ കുറിച്ചാണ് പറയുന്നത്. According to the author, human interventions will always be required in order to determine the specific needs of the individual. Determine the സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ. ബിസൈഡ്സ് ദ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി വിച്ച് ഇസ് യൂഷ്വലി എംബെഡഡ്, ദ നീഡ് ഫോർ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇൻ ദ ലേണിംഗ് പ്രോസസ് വിൽ ഓൾവേസ് അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫോർസിബിൾ ഫ്യൂച്ചർ. ഓക്കെ, there is necessity for a human being to be able to determine what the specific needs. അതെ, ഇവിടെ പറയുന്നല്ലേ, necessity for a human being to be able to determine what the specific needs is if each individual are. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ സ്പെസിഫിക് നീഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് തന്നെ വേണം. അപ്പോൾ ഡിറ്റർമിൻ ദറ്റ് സ്പെസിഫിക് നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ഓപ്ഷൻ സി. വാട്ട് അതർ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഡീപ്പർ അക്വസിഷൻ ഓഫ് നോളജ്
ഏതൊക്കെയാണ്? റിലാക്സിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രാക്ടിവിറ്റി അല്ലേ, അത് പറയുന്നുണ്ട് ഇവിടെ. അക്കമ്പനീഡ് ബൈ റിലാക്സിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രാക്ടിവിറ്റി അല്ല, യൂഷ്വലി കോൺട്രിബ്യൂട്ട്സ് ടു എ ബെറ്റർ ഗ്രാസ്പിംഗ് ഓഫ് ദ ന്യൂ നോളജ്. അപ്പോൾ 2 കാര്യമാണ് പറയുന്നത്. അപ്പം ഓപ്ഷൻ സി. അത് ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് മേക്ക് ലേണിംഗ് ഈസിയർ ഇസ് എ ഫാക്ട്. എന്താണ്? ആക്സെപ്റ്റഡ് ബൈ ഓൾ അല്ലേ. കമ്പ്യൂട്ടേഴ്സ് മേക്ക് ലേണിംഗ് ഈസിയർ ഇസ് എ ഫാക്ട് ആക്സെപ്റ്റഡ് ബൈ ഓൾ. കാരണം എന്താണ് ഇവിടെ? നോബഡി ക്യാൻ ആർഗ്യൂ വിത്ത് അക്വസിഷൻ ഓഫ് നോളജ് ഇസ് മോർ ഫൺ ആൻഡ് ഈസിയർ. ഓക്കെ, അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് 5, ഓപ്ഷൻ എ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ, കുറച്ച് ടൈപ്പ് പാസേജ് ചെയ്തു. ഇതുപോലെ ഇതിൽ കൂടുതൽ ആയിട്ട് കുറച്ച് സ്റ്റാൻസ് ആയിട്ടുള്ള പാസേജാണ് എക്സാമിന് ചോദിക്കുക. അത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് പാസേജിൽ തന്നെ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനുള്ള എബിലിറ്റി, അതായത് നമ്മളൊരു പ്രാക്ടീസ് ചെയ്തിട്ട് ആ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി കൂട്ടുക, വായനാശീലം അധികം ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്താം. യെസ്, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.